നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് കത്ത് മുഖേന ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ തന്നെ മറുപടി ലഭിക്കും. ഫോൺ മുഖേനയും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഭാരതീയ ജ്യോതിഷ ശാസ്ത്ര പ്രകാരമുള്ള മറുപടി ലഭിക്കുമെന്ന് മാത്രമല്ല, ലളിതമായിട്ടുള്ള പരിഹാരങ്ങളും ഇവിടുന്ന് നിർദ്ദേശിക്കുന്നതാണ്. ആദ്യമായൊരു കത്താണ്. ശ്രീമതി ശാന്തി ദേവി കട്ടപ്പന. മകളുടെ നക്ഷത്രം അത്തം. 32 വയസ്സായി, ജോലിയുണ്ട്. സാമ്പത്തിക നിലയും മോശമല്ല, കണ്ടാലും നന്നാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ വിവാഹം എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. എന്താണ് കാരണം? ഒന്നാമത്തെ കാര്യം, 7ാം ഭാവത്തിന് ബലം അല്പം കുറവാണ് എന്നുള്ളതാണ്. അതായത് 7ാം ഭാവാധിപൻ 6ലാണ്, പിന്നെ ലഗ്നാൽ 8ൽ ചൊവ്വയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പൊരുത്തം കിട്ടാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഘടകങ്ങൾ കൊണ്ട് മാത്രം വിവാഹം വൈകില്ല. മറ്റ് ഡിമാൻഡ്സും ഒക്കെ ഈ വിവാഹം വൈകുന്നതിനൊരു കാരണമായിട്ട് കാണുന്നു. കാരണം കുട്ടി വളരെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അതിന് തുല്യമായിട്ടുള്ള ഒരാൾ വേണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ കൊണ്ടാണ് വിവാഹം വൈകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഈ ലഗ്നാൽ 8ലെ ചൊവ്വ മാത്രമല്ല കാരണം. എന്തായാലും വിവാഹത്തിന് വളരെ അനുകൂലമായിട്ടുള്ള സമയം ആരംഭിക്കുന്നുണ്ട് ഈ വർഷം ഡിസംബർ മുതൽ. ശുക്രൻ്റെ അപഹാരകാലം വരുന്നതുകൊണ്ട് ഈ കാലം വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. 2020 വിവാഹയോഗം കാണുന്നു. വിവാഹത്തിന് ശേഷം ഒരു ഓഫീസർ റാങ്കിലേക്കൊക്കെ ഉയരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. കാരണം അപ്പോഴേക്കും നല്ലൊരു സമയമാണ്, ശുക്രൻ ബലവാനാണ് എന്നുള്ളതുകൊണ്ട് നല്ലൊരു സ്ഥിതിയിലേക്ക് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഉയരും. വിവാഹം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. വളരെ ഐശ്വര്യകരമായിരിക്കും എന്നുള്ളതിലും യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തൽക്കാലം 32 വയസ്സായി എന്നുള്ളതുകൊണ്ട് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നല്ല വിവാഹം തന്നെ ലഭിക്കും. എന്നാൽ ചൊവ്വ ബലവാനായതുകൊണ്ട് അല്പം വാശിയുണ്ട് എന്ന് കാണുന്നുണ്ട്. ആദിത്യൻ കൂടെയുണ്ട്. അപ്പോൾ അത് കാരണം അല്പം വാശി സ്വഭാവമുണ്ട്. അതൊന്ന് കുറച്ചോളൂ. അപ്പോൾ സുഖകരമായിട്ടുള്ളൊരു ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും. അതിനും സംശയം വേണ്ട. തിങ്കളാഴ്ച വ്രതമെടുക്കുക. ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതമെടുക്കുക, ശിവസ്തോത്ര ജപം സഹിതം. അപ്പോഴേക്കും നല്ലൊരു വിവാഹബന്ധം വരും. തടസ്സങ്ങളൊക്കെ നീക്കുകയും ചെയ്യും. സന്തോഷമായിരിക്കുക. ഹലോ 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 പേര് പറഞ്ഞോളൂ. സാല്. എവിടുന്നാ വിളിക്കുന്നത്? കോതമംഗലം. എന്താ നക്ഷത്രം? നക്ഷത്രം തൃക്കേട്ട. എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. വിവാഹം എന്നത്തേക്കാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. വിവാഹ കാര്യം. എത്ര വയസ്സായി ഇപ്പോൾ? 29. വിവാഹത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം ആരംഭിക്കുന്നുണ്ട് ഈ വർഷം സെപ്റ്റംബർ മുതൽ. ഓക്കെ. അപ്പോൾ സെപ്റ്റംബർ ഇപ്പം തന്നെ ശ്രമിക്കാം. സെപ്റ്റംബർ മുതൽ 9 മാസത്തിനകം വിവാഹം നടക്കാനാണ് യോഗം. അപ്പോൾ ജോലിയിലും ഒരു ഉയർച്ചയോ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചമോ വരും ഈ വർഷം അവസാനം മുതൽ. സെപ്റ്റംബർ ഒക്ടോബർ മുതലാണ് ആ കാലം ആരംഭിക്കുന്നത്. അതൊന്ന് ബലമാകാനായിട്ടൊരു 3-4 മാസം കൂടെ എടുത്തേക്കാം. എന്നാലും കാര്യമായിട്ടുള്ള ഉയർച്ച ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം 2020 വളരെ നല്ലൊരു സ്ഥിതി വരും. അതുകൊണ്ട് സന്തോഷമായിരിക്കുക കേട്ടോ. അടുത്ത കോളിലേക്ക് പോകാം നമുക്ക്. ഹലോ. പറഞ്ഞോളൂ. എന്താ പേരെന്താ? ഞാൻ ശ്രീലേഖയാണ്, പൂനെയിൽ നിന്ന്. ശ്രീലേഖ, പൂനെയിൽ നിന്ന്. പറഞ്ഞോളൂ. എനിക്ക് എന്റെ മകളുടെ വിവാഹകാര്യവും ജോലിയും, മോള് പിന്നെ ഭരതനാട്യത്തിൽ പിന്നെ വിശാരദ ഡിഗ്രിയാണ് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ. നല്ല കാര്യം. മകളുടെ പേരെന്താണ്? മകളുടെ പേര് ചിപ്പി. എത്ര വയസ്സായി? മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. 9/8/1995. 9/8/1995 അല്ലേ? എന്താ നക്ഷത്രം? ഉത്രാടം നക്ഷത്രം. 9/8/1995 അല്ലേ? ഉത്രാട നക്ഷത്രം. ചൊവ്വ ബലവാനാണ്. കോപ സ്വഭാവം ഉണ്ടോ ആൾക്ക്? ഉള്ളതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. എന്നാലും കോപമുണ്ട് അല്ലേ? അതൊന്ന് നിയന്ത്രിച്ചോളാൻ പറയൂ. ശുക്രൻ ബലവാനാണ്. അതുകൊണ്ട് കലാരംഗത്ത് കാര്യമായിട്ടുള്ള ഉയർച്ച വരും, സംശയം വേണ്ട. കലാരംഗത്ത് കാര്യമായിട്ടുള്ള ഉയർച്ച വരും, അതിന് യാതൊരു സംശയവും വേണ്ട. ഭരതനാട്യം തുടരാൻ പറയുക. ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട രംഗങ്ങളിലും പൊതുവെ ടെക്നോളജി ഇതിനകത്ത് കാണുന്നുണ്ട്. എന്താ പഠിക്കുന്ന ആള്? എഞ്ചിനീയറിംഗ് ആണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അതാണ് ടെക്നോളജി ഇതിനകത്ത് കാണുന്നുണ്ട്. ഒരു IT സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാനും എന്നാൽ അതേസമയം കലാരംഗത്ത് പ്രവർത്തിക്കാനും അതുവഴി ധാരാളം പണവും പ്രശസ്തിയും വരാനും ഉള്ള ഭാഗ്യമുണ്ട്.
പിന്നെ കർമ്മഭാവം എന്ന് പറയുന്നത് ജലരാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വളരെ നല്ലൊരു സ്ഥിതി വരികയും ചെയ്യും. വിദേശത്തൊക്കെ പോകാനും വിദേശത്ത് പ്രോഗ്രാംസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് വിദേശത്ത് പോകാനും ഒക്കെ ഭാഗ്യമുണ്ട്. വിദേശ ധനം വരാനുള്ള ഭാഗ്യം ഇതിനകത്ത് പ്രകടമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മകളെ മാക്സിമം എൻകറേജ് ചെയ്യുക. നല്ലൊരു സ്ഥിതി വരും, സംശയം വേണ്ട. ഒരു 2 വർഷം കൂടി കഴിയണം ഇയാളുടെ ശരിക്കുള്ള കഴിവ് റെക്കഗ്നൈസ്ഡ് ആകാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ വർഷം തന്നെ 2019 തന്നെ വളരെ നല്ലൊരു സ്ഥിതി വരും. എന്തെങ്കിലും ഒരു നേട്ടം, അവാർഡോ റെക്കഗ്നിഷനോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അംഗീകാരമോ പ്രശസ്തിയോ ഒക്കെ ഈ വർഷം തന്നെ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. ശുക്രപ്രീതി വരുത്തുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. എവിടുന്നാണ് വിളിക്കുന്നത്? ആരാണ്? കാസർഗോഡ് ഇല്ലെന്ന് ശ്രീജയാണ് വിളിക്കുന്നത്. ശ്രീജ അല്ലെ? ശ്രീജ, ആരുടെ കാര്യം അറിയേണ്ട? ശ്രീജ, മകന്റെ കാര്യം അറിയാനാണ്. മകന്റെ പേരെന്താണ്? സുജിത്ത്. സുജിത്ത്. എത്ര വയസ്സായി? 17 കഴിഞ്ഞ് 18 തുടങ്ങുന്നത്. 18 അല്ലേ? എന്താ നക്ഷത്രം? ചതയം നക്ഷത്രം. എന്താ അറിയേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. അവന് പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ പഠിത്തത്തിലെല്ലാം പുറകോട്ടാണ്. പഠിത്തത്തിൽ പുറകോട്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ സമയം അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് ഒരു താല്പര്യക്കുറവ് എല്ലാത്തിലും വരും. പഠന കാര്യങ്ങളിൽ മാത്രമല്ല, വീട്ടുകാരോടും ഒക്കെ ഒരു താല്പര്യക്കുറവ് വരും. അല്പം ഒരു സ്നേഹക്കുറവൊക്കെ പ്രകടമാകാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടല്ലോ അല്ലേ? അത് സാരമില്ല, കുറച്ചൊരു ധിക്കാരസ്വരവും ഒക്കെ വരും. രാഹു ഉണ്ടേ. അപ്പോൾ രാഹു ഉള്ളതുകൊണ്ട് കുറച്ചൊരു ധിക്കാരസ്വരം വരും. മാതാപിതാക്കൾ പറയുമ്പോൾ അനുസരിക്കാത്ത ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഈ പഠന കാര്യങ്ങളിൽ മാത്രമല്ല. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവസവും നാരായണീയ പാരായണം വേണം. ശ്രീരാമ അവതാര വർണ്ണനം, നാരായണീയ പാരായണം നടത്താൻ പറയുക. സ്വഭാവത്തിലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വരും. പഠന കാര്യങ്ങളിൽ കുറച്ചുകൂടി മെച്ചമാകും. ഈ പാരായണം കൊണ്ട് ഇത് സൗണ്ട് കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇത് പാരായണം നടത്തുമ്പോൾ വരുന്ന ബ്രെയിൻ സ്ട്രക്ചേഴ്സിലുള്ള ഇത് ശാസ്ത്രീയമായിട്ട് ഇങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രെയിൻ സ്ട്രക്ചേഴ്സിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും, ന്യൂറൽ ആക്ടിവിറ്റിയിൽ ഒരുപാട് വ്യത്യാസം വരും. അങ്ങനെ പഠന കാര്യങ്ങളിലുള്ള കോൺസെൻട്രേഷൻ ലെവലും വർദ്ധിക്കും എന്നുള്ളതുകൊണ്ട് നാരായണീയ പാരായണം നടത്താൻ പറയൂ കേട്ടോ. ദിവസവും നടത്താൻ പറയുക, ഒരു ദിവസം പോലും മുടക്കരുത്. 6 മാസം കൊണ്ട് തന്നെ പഠന കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള ഉയർച്ച വരും എന്നുള്ളതാണ്. സാങ്കേതിക രംഗത്ത് ഉയരാനുള്ള ഭാഗ്യവും ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് സന്തോഷമായിരിക്കുക. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഹലോ. നമസ്കാരം. എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ എറണാകുളത്ത് നിന്നാണ്. എന്താ പേര്? ലത. ആരുടെ കാര്യം അറിയണ്ട? എന്റെ ഒരു മോന്റെ കാര്യമാണ്. മകന്റെ പേര് പറയൂ. റോബിൻ. റോബിൻ. റോബിന്റെ എന്താ കാര്യം അറിയണ്ട? വിദേശത്തേക്ക് പോകുന്ന കാര്യം അറിയാൻ. എത്ര വയസ്സായി ഇപ്പൊ? റോബിൻ എത്ര വയസ്സായി? 1985 നവംബർ 7 ഉള്ള. നവംബർ 7. എന്താ നക്ഷത്രം? മകവ. റോബിന്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലങ്ങൾ കാണുന്നുണ്ട്. റോബിന് ജോലി സംബന്ധമായിട്ട് വിദേശത്ത് പോകുക എന്നുള്ളത് മാത്രമല്ല, വേണമെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ശ്രമിച്ചോളുക. ഈ 2020 വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം. 2020 തടസ്സങ്ങളൊക്കെ നീങ്ങി നല്ലൊരു സ്ഥിതി വരും എന്ന് കാണുന്നുണ്ട്. വിദേശത്തേക്ക് പോകാനും വിദേശത്ത് ജോലി ചെയ്യാനും ക്രമേണ പല രാജ്യങ്ങളിൽ ചരരാശി ആയതുകൊണ്ട് എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും ഇദ്ദേഹത്തിനുണ്ട്, റോബിനുണ്ട്. പിന്നെ റോബിൻ്റെ താല്പര്യവും അത് തന്നെയാണ്, വിദേശത്ത് വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ശരി തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ വിദേശത്ത് വർക്ക് ചെയ്യാൻ മാത്രമല്ല, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് ജീവിക്കാനാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. അങ്ങനെ തന്നെ വരികയും ചെയ്യും. അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഹലോ സർ, രാജു. എവിടുന്നാണ് വിളിക്കുന്നത്? പാലക്കാട് നിന്നാണ്. എന്താ അറിയേണ്ടത്? വൈഫിന്റെ പുരൂരുട്ടാതി. എത്ര വയസ്സായി? 38. എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ കുറച്ച് അതിന്റെ എന്താ ഭാവിയുടെ കാര്യം ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? പുരൂരുട്ടാതി നക്ഷത്രമായതുകൊണ്ട് 6 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സമയം ആരംഭിക്കും ജോലി കാര്യങ്ങൾക്ക്. ഇപ്പൊ ആരോഗ്യം ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറയൂ കേട്ടോ. ആരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിന്റ്സിനൊക്കെ വേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരാം.
ഒരു ശനി ബന്ധം ഉള്ളതുകൊണ്ട് ഈ റൈഡിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറയും. ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. തടസ്സങ്ങളൊക്കെ നീങ്ങും. ഈ വർഷം അവസാനം മുതൽ നല്ല സമയമാണ് കേട്ടോ. നല്ല ജോലി കിട്ടും, അതിന് സംശയമൊന്നും തന്നെ വേണ്ട. ജോലിയുടെ കൂടെ മറ്റൊരു വരുമാനം കൂടി കാണുന്നുണ്ട്. എന്തെങ്കിലും ഏജൻസിയോ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ വരുമാനം വരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് കേട്ടോ. സന്തോഷമായിട്ടിരുന്നുള്ളൂ. എന്താ അനീഴം തരക്കേടില്ലാത്ത സമയമാണ്. അധികം പണച്ചെലവുള്ള ഒരു സമയമാണ്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? പണച്ചെലവുള്ള ഒരു കാലമാണ്. പക്ഷെ വിഷമിക്കാനൊന്നുമില്ല. താങ്കളുടെ കാര്യവും ശരിയാവും കേട്ടോ. വൈകാതെ തന്നെ ശരിയായിക്കോളും. ഒരു 11 മാസം കൂടി കഴിയട്ടെ. അടുത്ത വർഷം ജനുവരി ആകുമ്പോൾ 2020 ജനുവരി ആകുമ്പോഴേക്കും ഈ പണച്ചെലവ് ഉണ്ടാകുമെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ തന്നെയും ധാരാളം പണം വന്നു തുടങ്ങും. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഞാൻ ജനിച്ചത് 1961. എന്താ നക്ഷത്രം? പൂയാണ് നക്ഷത്രം. പിന്നെ ഇപ്പം വളരെ സമയദോഷമാണ്. ഇപ്പോൾ രാഹു ബന്ധപ്പെടുന്നത് കൊണ്ട് കുടുംബത്തിലും അല്പം ഒരു സ്വസ്ഥത കുറവൊക്കെ വരുവേ. സാരമില്ല, അതൊക്കെ മാറിക്കോളും കേട്ടോ. ഈ വർഷം ഈ 6 മാസത്തിനകം തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ നീങ്ങുന്നതാണ് കാണുന്നത്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നീങ്ങും. വളരെയധികം പണം ചെലവായി പോയിട്ടുണ്ട്. ഇപ്പോഴും ചെലവായി പൊക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ്. പിന്നെ വരുമാനം കുറയുകയും ചെയ്യുന്നു. വേണ്ട രീതിയിൽ വരുമാനം വരുന്നുമില്ല. ചെലവ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയാണ് കാണുന്നത്. വേണ്ടത്ര സമ്പാദ്യം കഴിഞ്ഞ കാലത്ത് ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിലും ഈ പണം വന്നിരുന്ന കാലങ്ങളിലും പണം പല വഴിക്ക് ചെലവായി പോയി എന്നുള്ളൊരു സൂചനയാണ് ഗ്രഹസ്ഥിതി കാണിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അങ്ങനെയാണ്. സാരമില്ല. ഇപ്പൊ 6 മാസത്തിനകം തന്നെ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും. സംശയം വേണ്ട. മഹാലക്ഷ്മി പ്രീതികരമായിട്ടുള്ള ജപം നടത്തുക. മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളുക. ഭാരതീയ ആചാരപ്രകാരം അതാണ് അതിൻ്റെ ഒരു പരിഹാരം. മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ജപിക്കുക. എന്തായാലും 6 മാസത്തിനകം സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ പറഞ്ഞോളൂ. ഹലോ, ഇവിടെ ഹരിപ്പാടിന്നാണ് വിളിക്കുന്നത്. എന്താ പേര്? വൈകന്റെ കാര്യം അറിയണം. മോന്റെ കാര്യം. മകന്റെ പേര് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 90. എന്താ നക്ഷത്രം? പൂരുരുട്ടാതി. എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ഇപ്പൊ വിദേശത്ത് പോകാനായിട്ടുള്ള ഒരു ഇതുണ്ടോന്ന്, എങ്ങനെയാ ഉണ്ടെന്നൊന്ന് അറിയാനാണ്. വിദേശത്ത് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ബഹറിൽ പോകണമെന്നും പറഞ്ഞിപ്പോ ഇപ്പൊ പണം മുടക്കി വിദേശത്ത് പോകാൻ ശ്രമിക്കരുത്. കാരണം പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പണം അധികം ചെലവാക്കിയിട്ട് ഇതിന് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അതിന് പറ്റിയൊരു സമയമല്ല എന്നുള്ളതാണ്. നമ്മൾ പണം അധികം മുടക്കുകയാണെങ്കിൽ ചിലപ്പോൾ പണം നഷ്ടപ്പെട്ട് ഈ വിദേശത്ത് പോകാൻ കാര്യതടസ്സം വരുന്ന ഒരു സമയമാണ്. പക്ഷെ വിഷമിക്കാനൊന്നുമില്ല. അദ്ദേഹത്തിന് വിദേശത്ത് പോകാനുള്ളൊരു ഭാഗ്യം തന്നെ ഉണ്ട് കേട്ടോ. വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ട്. അവിടെ ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ട്. പക്ഷെ കുറച്ച് വൈകും. ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണ് കൂടുതൽ നല്ല സമയം. പക്ഷെ ഇപ്പോൾ പ്രാർത്ഥനയുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ആകാം എന്നുള്ളതേ ഉള്ളൂ. ഹലോ, 2.5 ലക്ഷം രൂപ വേണമെന്നാണ് ഇപ്പൊ പറയുന്നത് പോകാൻ. അതാ ഞാൻ പറഞ്ഞത്. അധികം പണം അങ്ങനെ ഒരു സാഹചര്യം വരും. നമുക്ക് പണം നഷ്ടപ്പെടാനുള്ള ഒരു കാലത്ത് അങ്ങനെ ഒരു സാഹചര്യം വരും. ആരെങ്കിലും എങ്ങനെ ക്യാഷ് ഡിമാൻഡ് ചെയ്യും. നമ്മൾ സമയദോഷം ആയതുകൊണ്ട് കാശ് എടുത്ത് കൊടുക്കുകയും ചെയ്യും. പിന്നീട് ആ കാശ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അങ്ങോട്ട് പറഞ്ഞത് പണം മുടക്കരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. കാരണം ധനനഷ്ടം ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ടേ. വിവാഹകാര്യം എന്തായാലും 1 വർഷം കൂടി കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി. അപ്പോഴാണ് വിവാഹത്തിന് നല്ല സമയം. ഇപ്പം ഏതായാലും വിദേശത്ത് ആദ്യം ഒന്ന് പോട്ടെ കേട്ടോ. അതിന് ഏതായാലും ഒരു സമയം ഒരുങ്ങി വരുന്നുണ്ട്. ഇപ്പം അങ്ങോട്ട് നല്ല സമയം ആയിട്ടില്ല എന്നേ ഉള്ളൂ. സന്തോഷമായിട്ടിരുന്നുള്ളൂ. തടസ്സങ്ങൾ മാറ്റാനായിട്ട് ഗണപതി പ്രീതി വരുത്തിക്കൊള്ളുക. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങാൻ പറയുക കേട്ടോ. അവിടെ ചെന്ന് നിൽക്കാൻ പറയുക. കുറച്ച് സമയം, ഒരു മുഹൂർത്തകാലം എന്ന് പറയും, 48 മിനിറ്റ് അവിടെ നിൽക്കുക. ദേവ ചൈതന്യ പ്രവാഹം സൂക്ഷ്മ ശരീരത്തിലേക്ക് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും ഈ തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങിക്കോളും. വിദേശത്തേക്ക് ഇദ്ദേഹത്തിന് പോകാനും കഴിയും എന്ന് മാത്രമല്ല നല്ലൊരു സ്ഥിതി വരികയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ. കല്യാണം കുറച്ച് കഴിയട്ടെ, 1 വർഷം കഴിയട്ടെ. സന്തോഷമായിട്ടിരുന്നോളൂ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ എന്താ പേര്? എന്റെ പേര് മഹേഷ്. ഞാൻ ശൂരനാട്ടിൽ നിന്ന് വിളിക്കുകയാണ്. മഹേഷ് അല്ലേ?
മകൾക്ക് വേണ്ടി ഉള്ള വിവരം അറിയാൻ. അവരുടെ ജോലി, കല്യാണം ദോഷമുള്ള നാളാണോ എന്നുള്ളതും കൂടെ. എന്താ നക്ഷത്രം? അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രമാണ്. വിവാഹം ഇപ്പോൾ ശ്രമിച്ചോളൂ കേട്ടോ. 5 മാസം കൂടി കഴിയുമ്പോഴേക്കും വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സമയം വരുന്നുണ്ട്. ഈ ചിങ്ങമാസം മുതൽ, ഈ വരുന്ന 2019 ഈ ചിങ്ങമാസം മുതൽ വിവാഹകാലമാണ്. അനിഴം നക്ഷത്രമായതുകൊണ്ട് നല്ല വിവാഹം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല ജാതകത്തിൽ. നല്ല വിവാഹം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി കേട്ടോ. നന്നായിട്ട് വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ മതി. കാരണം 7ാം ഭാവാധിപന് അല്പം ഒരു ബലക്കുറവുള്ളതുകൊണ്ട് സ്ട്രോങ് ക്യാരക്ടറാണ് ആൾ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം എന്നുള്ളതുകൊണ്ട് ഒരു സ്വയം നിയന്ത്രണമുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം കിട്ടും എന്നുള്ളതിലും സംശയം വേണ്ട. വിവാഹത്തിന് ശേഷം പുരോഗതിയും കാണുന്നുണ്ട്. നല്ലൊരു സ്ഥിതി വരികയും ചെയ്യും. ഇപ്പം എന്ത് ചെയ്യുന്നു മകള്? കോച്ചിങ്ങിന് പോവാണ്. എന്താ കോച്ചിങ്ങിന്? PSC കോച്ചിങ്ങിന്. ആദിത്യൻ ബലവാനാണ്. വൈകിയാണെങ്കിലും സർക്കാർ ജോലി, അതായത് ഗവൺമെൻറ് ജോബോ ക്വാസി ഗവൺമെൻറ്റൽ ഫേമിലോ ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട് കേട്ടോ. ആദിത്യൻ ബലവാനായതുകൊണ്ട് സാധാരണഗതിയിൽ ഭരണരംഗത്തേക്ക് വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ അതേതായാലും ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ കുറച്ച് വൈകും എന്നുള്ളതേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും 10ാം ഭാവാധിപന് ശനിബന്ധം ഉള്ളതുകൊണ്ട് കുറച്ച് വൈകും. എല്ലാത്തിലും ഒരു മന്ദത്വം വരും, അത്രയേ ഉള്ളൂ. പക്ഷേ എല്ലാത്തിലും ജീവിതത്തിൽ നേട്ടങ്ങൾ തന്നെയായിരിക്കും. 32 വയസ്സ് മുതൽ കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ. ചൊവ്വദോഷമുണ്ടോ? വലിയ ദോഷമൊന്നുമില്ല കേട്ടോ. സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ. എല്ലാ ഐശ്വര്യങ്ങളും വരും. നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോവാം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഹലോ 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 പറഞ്ഞു. കത്തിലേക്ക് ആണ് നമ്മൾ പോകുന്നത്. ശ്രീ പനിശ്ശേരി ദാസ് മൺവിളയിൽ നിന്ന് ഒരു കത്തയച്ചിട്ടുണ്ട്. എൻ്റെ നക്ഷത്രം പൂരം, MBA മാർക്കറ്റിംഗ് ഡിഗ്രി ഉണ്ട്. ഇപ്പോൾ 36 വയസ്സായി. ഇതുവരെ സ്ഥിരമായി ജോലിയില്ല. പല പ്രൈവറ്റ് ഫേംസിലും വർക്ക് ചെയ്തു. വളരെ കുറഞ്ഞ സാലറിയാണ് കിട്ടിയിരുന്നത്. 8,000 റുപ്പീസിന് താഴെയാണ് പലപ്പോഴും കിട്ടിയിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നിട്ടും BSc ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നിട്ടും ഇതാണ് അവസ്ഥ. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നാണ് പറയുന്നത്. നക്ഷത്രം പൂരമാണ്. അതുകൊണ്ട് നക്ഷത്രം പൂരമായതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. മെച്ചമായിട്ടുള്ളൊരു കാലം വരുന്നുണ്ട്. ഇതിനകത്ത് ഈ അല്പം ഒരു ഭാഗ്യക്കുറവ് കഴിഞ്ഞ കാലത്തിൽ വന്നതിൻ്റെ കാര്യം 10ാം ഭാവാധിപൻ വ്യാഴനാണ്. അതിനാൽ പാപയോഗമുണ്ട്. അപ്പോൾ അല്പം ഒരു ബലക്കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അർഹിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ടിയത്. പക്ഷെ വിഷമിക്കാനൊന്നും തന്നെയില്ല. താങ്കൾക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, പെരുമാറാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ശുക്രനുള്ളതുകൊണ്ട് നന്നായിട്ട് പെരുമാറാൻ, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം എന്നൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാർക്കറ്റിംഗ് ജോലി തന്നെയാണ് അനുയോജ്യം. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിങ്ങിൽ നല്ലൊരു സ്ഥിതിയിലെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ശ്രീ പനിശ്ശേരിദാസ് സന്തോഷമായിട്ട് ഇരിക്കുക. പൂരം നക്ഷത്രത്തിന് ഈ വർഷം അവസാനം മുതൽ നല്ല സമയമാണ്. 2020 തന്നെ ഇപ്പോഴുള്ള ബാധ്യതകളൊക്കെ തന്നെയും മാറും. വളരെ നല്ലൊരു സ്ഥിതിയിലെത്തും എന്നുള്ളതിലും യാതൊരു സംശയവും വേണ്ട. ഒന്ന് കാത്തിരിക്കുക. ഇപ്പോൾ അങ്ങോട്ട് കാര്യമായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ. ഇപ്പോൾ കാര്യമായിട്ട് ശ്രമിച്ചോളൂ. ഒരു 3 മാസം കൂടി കഴിയുമ്പോൾ തന്നെ ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചമായിട്ടുള്ള ഒരു ജോലി കിട്ടും. അത് കഴിഞ്ഞ് ആ ജോലിയിൽ നിന്നും മാറാനുള്ള ഒരു യോഗമാണ് കാണുന്നത്. ഈ വർഷത്തിൻ്റെ അവസാനത്തോടുകൂടി വളരെ നല്ലൊരു ജോലിയിലേക്ക് എത്തുവാനും 2020 വളരെ നല്ല സ്ഥിതിയിൽ, അത് വിദേശ ധനം വരാനുള്ള ഭാഗ്യം അപ്പോൾ ഉണ്ട്. അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് അല്ലെങ്കിൽ MNCയിൽ എന്തെങ്കിലും ഒരു ജോലി ലഭിക്കുക, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനുള്ള ഒരു യോഗം വരിക, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ വർഷത്തിൻ്റെ അവസാനത്തോടുകൂടി തന്നെ താങ്കളുടെ ഈ നിരാശയൊക്കെ പൂർണ്ണമായിട്ട് മാറും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ പറഞ്ഞോളൂ. എവിടെ, പേരെന്താണ്? പേര് ഇന്ദിര എന്നാണ്. പെരുമ്പാവൂരിനാ വിളിക്കുന്നത്. പെരുമ്പാവൂർ, എറണാകുളം ജില്ല, പെരുമ്പാവൂർ വളഞ്ചിറങ്ങരയെന്ന്. പറഞ്ഞോളൂ. അത് എന്റെ മോന്റെ ഒരു കല്യാണക്കാരി അറിയാൻ വേണ്ടിട്ടാണ്. മകന്റെ പേര് പറയാ? സുബിൻ. എന്താ നക്ഷത്രം? നക്ഷത്രം മൂലം നക്ഷത്രം, മിഥുന മാസത്തിലെ. മിഥുന മാസത്തിലെ മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രത്തിന് ഇപ്പോൾ അല്പം ഒരു കാര്യതടസ്സമുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വിവാഹത്തിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും തടസ്സം വന്നിട്ടുണ്ടാവും. വിവാഹമൊക്കെ നടക്കുന്നുള്ള ഒരു അവസ്ഥ വന്നാലും ഈ തടസ്സം കാരണം ചിലപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നില്ല.
അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ വിഷമിക്കാനില്ല, 11 മാസം കൂടി കഴിയുമ്പോഴാണ് അനുകൂലമായിട്ടുള്ള ഒരു കാലം വരുന്നത്. ഇപ്പം എന്ത് ചെയ്യുന്നു ആള് വണ്ടി ഓടിക്കുക. നല്ല കാര്യം. ഇപ്പം വിവാഹം ആലോചിച്ച് തുടങ്ങിയിട്ട് കുറച്ച് കാലമായോ? അതാ ഞാൻ പറഞ്ഞു, കുറച്ച് കാലം ആയിട്ടുണ്ടാവും. അതാണ് കാര്യതടസ്സമൊക്കെ, എല്ലാം തടസ്സങ്ങളാണ്. ചിലപ്പോൾ അവിടുന്ന് മറുപടി വരാത്ത ഒരവസ്ഥയും വരും. വിവാഹം കൊണ്ട് മുന്നോട്ട് പോയിട്ട് പിന്നീട് അവിടുന്ന് മറുപടി വരാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ വരുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോഴും ആണ്, പക്ഷേ അതങ്ങോട്ട് മാറിക്കോളും. ഇപ്പം അങ്ങോട്ട് മാറിക്കോളും കേട്ടോ. ആള് കഴിവുള്ള ഒരു വ്യക്തിയാണ്. നല്ലൊരു സ്ഥിതി വരും എന്നുള്ളതിനും യാതൊരു സംശയവും വേണ്ട കേട്ടോ. ഹലോ, സ്വന്തമായിട്ട് ഇത് കൂടാണ്ട് തന്നെ ഒരു ബിസിനസ് വരാനുള്ള യോഗമുണ്ട് കേട്ടോ. 2 മാർഗങ്ങളിൽ നിന്ന് വരുമാനം വരാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ഈ വണ്ടി മാത്രമല്ല, അല്ലാണ്ട് തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ നിന്ന് വരുമാനത്തിനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. സന്തോഷമായിട്ടിരുന്നോളൂ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. എവിടുന്നാ വിളിക്കുക? പേരെന്താണ്? എന്റെ പേര് സത്യൻ. എന്റെ മോന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാ. സാം എന്നാണ് പേര്. സാം എന്നാണ് പേര്. എന്താ നക്ഷത്രം സാമിന്റെ? എന്തോ നക്ഷത്രം എന്താണ് സാമിന്റെ? ഉത്രം. എത്ര വയസ്സായി? 1989 സെപ്റ്റംബർ 2-നാണ്. 89 ആണ് അല്ലേ? അതെ. 89 സെപ്റ്റംബർ 2-നാണ്. എന്താ അറിയേണ്ടത്? കല്യാണ സമയം ആയോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. സെപ്റ്റംബർ 2 കല്യാണ സമയം ആയി വരുന്നുണ്ടല്ലോ. കല്യാണ സമയമാണ്. ഇപ്പം ആലോചിക്കാം കേട്ടോ. ഇപ്പം ആലോചിച്ചോളൂ. വിവാഹ സമയമാണ്. വിവാഹത്തിന് 7ാം ഭാവാധിപൻ വളരെ ബലവാനാണ്. വിവാഹത്തിന് ശേഷം വളരെയധികം ഐശ്വര്യം വരാനുള്ള ഭാഗ്യമുണ്ട് കേട്ടോ. സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ വിവാഹത്തിന് ശേഷം വരാനുള്ള ഭാഗ്യമുണ്ട്. ഇപ്പം അങ്ങോട്ട് ശ്രമിച്ചോളൂ കേട്ടോ. വിവാഹത്തിൻ്റെ കാലം മധ്യമകാലം എന്ന് പറയും. ഇപ്പം അങ്ങോട്ട് ശ്രമിച്ചോളുക. പ്രാർത്ഥനയോടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നടക്കാൻ, ഈ വർഷം തന്നെ നടക്കാനുള്ള ഭാഗ്യമുണ്ട്. മധ്യമകാലം ഉത്തമമല്ല, നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് നടക്കില്ല. ഉത്തമകാലം വരാനായിട്ട് 1.5 വർഷം കൂടി കഴിയണം. പക്ഷേ ഇപ്പോൾ ഒരു മധ്യമകാലമാണ്. ഇപ്പോൾ വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. ശ്രമിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ശ്രമിച്ചോളൂ. ഈ വർഷം തന്നെ വിവാഹത്തിന് ശേഷം എന്തായാലും ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനപ്രാപ്തി ഇതിനകത്ത് കാണുന്നുണ്ട്. ആളിപ്പോൾ എന്ത് ചെയ്യുന്നു? ബജാജ് ഫിനാൻസിൽ ജോലി ചെയ്യാം. ഭരണപരമായിട്ടുള്ള രംഗത്ത് ജോലി ചെയ്യാനുള്ള ഭാഗ്യമുണ്ട് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് അങ്ങനെയുള്ള രംഗത്ത് മാനേജറായിട്ടാണ് ജോലി. അതാണ്. അപ്പോൾ ഓൾറെഡി തന്നെ മാനേജറായി എന്നുള്ളത് ജാതകത്തിന്റെ ഒരു യോഗമാണ്. അതാ ഞാൻ പറഞ്ഞ ഭാഗ്യമുള്ള ആളാണ്. വളരെ നല്ലൊരു സ്ഥിതിയിലെത്താനുള്ള ഭാഗ്യമുണ്ട്. വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു യോഗമുണ്ട്. അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നുള്ളൂ. വിവാഹകാലം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മധ്യമകാലമാണ്. ഇപ്പോൾ ശ്രമിച്ചോളൂ. വൈകാതെ തന്നെ വിവാഹം നടക്കും. 6 മാസത്തിനകം തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു തുടങ്ങും. പക്ഷേ നല്ലൊരു കാലം വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കണം കേട്ടോ. സന്തോഷമായിട്ടിരുന്നോളൂ. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കാഞ്ഞിരപ്പള്ളി. ആരുടെ കാര്യം അറിയണ്ട? എന്റെ മോന്റെ കാര്യം അറിയാനായിരുന്നു. കല്യാണക്കാര്യം അറിയാൻ. മകന്റെ പേരെന്താണ്? മകന്റെ പേര് ജിബിൻ. എത്ര വയസ്സായി ജിബിന്? 30 വയസ്സ് കഴിഞ്ഞു സാർ. 30 വയസ്സ് കഴിഞ്ഞു. നക്ഷത്രം എന്താണ്? നക്ഷത്രം ഉത്രട്ടാതി. ഡേറ്റ് ഓഫ് ബർത്ത് 12/5/88. 12/5/88 അല്ലേ? ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ വിവാഹകാലം തന്നെയാണ്. എന്താ? 12:45 PM ഉച്ചയ്ക്ക് അല്ലേ? ഉച്ചയ്ക്ക് ശേഷം 12:45. ഇപ്പോൾ വിവാഹകാലം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ശ്രമിച്ചോളൂ. ആദ്യമൊക്കെ ഒരു കാര്യ തടസ്സം വന്നാലോ, അതായത് കണ്ടകശനി എന്ന് പറയും. ഉത്രട്ടാതി നക്ഷത്രത്തിന് കണ്ടകശനി കാലമുണ്ട്. കണ്ടകശനിയിൽ തടസ്സങ്ങൾ വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വിവാഹകാലമാണ്. ഇപ്പോൾ ശ്രമിച്ചോളുക. വരുന്ന 5 മാസത്തിനകം തന്നെ വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ ശനിയാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന നടത്തുക. കാരണം കണ്ടകശനി ആയതുകൊണ്ട് കാര്യങ്ങളിലൊക്കെ ആദ്യം ഒരു തടസ്സം വരും. പക്ഷേ ആ തടസ്സം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ശനിയാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആരാധന നടത്തുക, പ്രാർത്ഥന നടത്തുക. അപ്പോഴേക്കും ശനിപ്രീതി ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോഴേക്കും തടസ്സങ്ങളും അങ്ങോട്ട് നീങ്ങിക്കോളും. വിവാഹം വൈകാതെ തന്നെ നടക്കുകയും ചെയ്യും കേട്ടോ. സന്തോഷമായിട്ടിരുന്നോളൂ. ഹലോ. പേര് പറഞ്ഞോളൂ. രമ്യ എവിടുന്നാ വിളിക്കുന്നത്? അടൂര്. രമ്യയുടെ കാര്യമാണോ അറിയേണ്ടത്? അതെ. നക്ഷത്രം എന്താണ്? ഉത്രാടം നക്ഷത്രമാണ് അല്ലേ? ഉത്രാടം. എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ.
ബുദ്ധിമുട്ടുകളുണ്ട്, ടെൻഷനുണ്ട്, ഉറക്കക്കുറവുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട്. ശയനസുഖക്കുറവെന്നാണ് ജ്യോതിഷത്തിൽ പറയുക. എന്ന് മാത്രമല്ല പെട്ടെന്ന് കോപം വരുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം അത്ര അനുകൂലമല്ല. അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് കോപം വരുന്ന. ഉത്രാട നക്ഷത്രം ആണ്. തരക്കേടില്ലാത്ത സമയം ആയി വരുന്നതേ ഉള്ളൂ. ഏഴര ശനിക്കാലമായതുകൊണ്ട് തടസ്സം വരും, പ്രയാസങ്ങൾ വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിലും അത് നീങ്ങും. സാമ്പത്തികമായിട്ട് അടുത്ത 6 മാസത്തിനകം നേട്ടങ്ങളുണ്ടാവും. സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ. വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുക, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ ദോഷങ്ങളും മാറും. ഈ വർഷം കഴിയേണ്ട അതിന് മുമ്പ് തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ അല്പം ഒന്ന് കുറയും. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് കത്തുകൾ അയക്കാം. കത്തുകൾക്കുള്ള മറുപടി പ്രോഗ്രാമിലൂടെ പറയും. എന്ന് മാത്രമല്ല എല്ലാ ദിവസവും നക്ഷത്രഫലം പ്രോഗ്രാമുണ്ട്. അതിലൊക്കെ കത്തുകൾക്കുള്ള മറുപടി ലഭിക്കുന്നതാണ്. ഫോൺ മുഖേനയും ബന്ധപ്പെടാം. ഭാരതീയ ജ്യോതിഷ ശാസ്ത്ര പ്രകാരമുള്ള മറുപടി ലളിതമായിട്ടുള്ള പരിഹാര സഹിതം ഇവിടെ ലഭിക്കുന്നതാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം നക്ഷത്രഫലം, ന്യൂസ് 18 കേരളം, കുളത്തൂർ PO, കഴക്കൂട്ടം, തിരുവനന്തപുരം. നക്ഷത്രഫലം പ്രോഗ്രാം ഇവിടെ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.